മെയ് 9 മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനമാണ്. അതുകൂടാതെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഈ പശ്ചിമ ബംഗാളിൻ്റെയും രാജ്യത്തിൻ്റെ തന്നെയും ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ദിവസമാണ്. 34 കൊല്ലത്തെ CPM ഭരണവും 15 കൊല്ലത്തെ തൃണമൂൽ ഭരണവും കഴിഞ്ഞ് ഇന്ന് പശ്ചിമ ബംഗാളിൽ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ഒരു വലിയ സംസ്ഥാനത്ത് BJP ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. സുവേന്ദു അധികാരി നയിക്കുന്ന BJP സർക്കാർ ഇന്ന് സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുകയാണ്. മമതാ ബാനർജി തോറ്റായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനമനുസരിച്ച് ഗവർണർ അധികാരിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. അദ്ദേഹം സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. അദ്ദേഹത്തോടൊപ്പം ഏതാനും മന്ത്രിമാരും ചുമതലയേറ്റിട്ടുണ്ട്. ഈ മംഗളകർമ്മം കാണാനായിട്ട് നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളും എത്തിച്ചേർന്നു. എന്താണ് ബംഗാളിൽ ഇവരുടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ ഭരണപരാജയം, മമതാ ബാനർജിയുടെ സർക്കാരിൽ നടന്ന വമ്പിച്ച അഴിമതികൾ, അതിനോട് ജനങ്ങൾക്കുണ്ടായ വിപ്രതിപത്തി. 15 കൊല്ലം ഭരിച്ച സർക്കാരിനോട് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഒരു നീരസം ഉണ്ടാകും. ഇവിടെ 10 കൊല്ലം ഭരിച്ചപ്പോഴത്തേക്കും നമുക്ക് പിണറായി വിജയനെ സഹിക്കാൻ പറ്റാതെ. പിണറായി വിജയനെ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ മമതാ ബാനർജി എങ്ങനെ സഹിക്കാൻ പറ്റും? എത്രയോ കണ്ടാഗ്രസാണ് ആ സ്ത്രീ എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്തുള്ള വലിയ എതിർപ്പ്. മറുഭാഗത്ത് BJPയുടെ ഹൈടെക് പ്രചരണ രീതി, ഒരു വോട്ട് പോലും വിട്ടുപോകാതെ അവർ പ്രചരണം നടത്തി. അതിനു വേണ്ടിയിട്ട് നരേന്ദ്രമോദി, അമിത്ഷാ, ദേശീയ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ എന്ന് വേണ്ട സാംസ്കാരിക നായകർ വരെ രംഗത്തിറക്കി. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തേത്, ബംഗ്ലാദേശിലും മറ്റുണ്ടായ കഠോരമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിലുണ്ടായ ഹിന്ദു ഏകീകരണം. മമതാ ബാനർജിക്ക് മുസ്ലിം ഏകീകരണം ആണ് അവരൊരു ലക്ഷ്യം വെച്ചെങ്കിൽ അതിലൊരു പരിധിവരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം മുസ്ലിം വോട്ടിൽ തന്നെ ഡിവിഷൻ ഉണ്ടായി. കുറേ പേര് കോൺഗ്രസിനും കുറച്ച് പേര് CPMനും വോട്ട് ചെയ്തു. പിന്നെ ഹുമയൂൺ കബീർ ഉണ്ടാക്കിയ പാർട്ടി, പിന്നെ അവിടെ നേരത്തെ മുതൽക്കുള്ള സെക്കുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ ഒരു സംഘടനയുണ്ട്. അവരും അതിനു പുറമെ OICയും ഒക്കെ ഇവരുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. മുസ്ലിം വോട്ടിൽ ഡിവിഷൻ ഉണ്ടായി. നേരെ മറിച്ച് ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് പരിപൂർണമായിട്ട് തന്നെ BJPക്ക് അനുകൂലമായിട്ട് കേന്ദ്രീകരിച്ചു. പഴയ CPMകാരും പഴയ കോൺഗ്രസ്സുകാരും അടക്കം സകല ആളുകൾ, നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞ പോലെ അവിടെ ബ്രാഹ്മണരെ കായസ്ഥരം മുതൽക്ക് ഏതാണ്ട് നമോ ശൂദ്രർ വരെയുള്ള ആളുകൾ സംഘടിച്ച് ഇത്തവണ ഹിന്ദു വോട്ട് എന്ന ഒരു ആശയത്തിലേക്ക് പോയി. അങ്ങനെ അവർ വിജയിച്ചു. പിന്നെ നമുക്കറിയാവുന്ന പോലെ SIR മുഖേന കുറേ വോട്ടുകൾ വെട്ടപ്പെട്ടു. അതൊരു ഘടകമാണ്. ഇതും കൂടാതെ ഈ മമതാ ബാനർജിയെ തോൽപ്പിച്ച വേറൊരു ഘടകമുണ്ട്. അതെന്താ വെച്ചാൽ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിഭയങ്കരമായ ആശങ്കയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ബംഗാൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അവിടെ ഈ കാളി മാതാവിൻ്റെ അവതാരമായിട്ടാണ് ബംഗാളികൾ ഓരോ സ്ത്രീയെയും പണ്ട് മുതലേ സങ്കല്പിച്ചിരുന്നത്. അതുകൊണ്ട് ഡൽഹിയിലോ ബോംബെയിലോ പോലെയല്ല, കൽക്കട്ടയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതരായിട്ട് രാത്രി കാലങ്ങളിൽ പോലും സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ മമതാ ബാനർജിയുടെ ഈ കള്ളവുമില്ല ചതിവുമില്ലാത്ത ഭരണത്തിന് കീഴിൽ സംഗതികൾ മൊത്തത്തിൽ വ്യത്യസ്തമായി. അതിൽ ഏറ്റവും ഭയാനകമായ ആളുകളെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞത്, സന്ദേശ് ഖാലി എന്ന സ്ഥലത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവും അഖില ലോക ഗുണ്ടയുമായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളും ചേർന്ന് നടത്തിയ അതിഭയങ്കരമായ സ്ത്രീ വേട്ടയാണ്. നിരവധി സ്ത്രീകൾ ഇവരുടെ ബലാത്കാരത്തിന് ഇരകളായി. അവിടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരമാണ്. ഇയാളൊരു മാഫിയ ഡോണാണ്. അത് സർക്കാരിന് വലിയ ചീത്തപ്പേരുണ്ടാക്കിയ സംഭവമാണ്. എന്ന് മാത്രമല്ല, ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന പോലീസുകാരെ തല്ലി ഓടിക്കുക ഒക്കെ ചെയ്യും. ഞാനീ പറയാൻ പോകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ചതിൽ സുവേന്ദു അധികാരികൾ വലിയ പങ്ക് വഹിച്ചാരെന്ന് വെച്ചാൽ ഗവർണറായിരുന്ന നമ്മുടെ ആനന്ദ ബോസാണ്. ആനന്ദ ബോസാണ് ഇതുപോലുള്ള വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുകയും ഈ സന്ദേശ് ഖാലിയിലേക്ക് കേന്ദ്ര സേനയെ വിളിച്ചു വരുത്തുകയും എൻഫോഴ്സ്മെൻറ്റ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ അയച്ച് ഈ കേന്ദ്രസേനയെ കൈകാര്യം ചെയ്തപ്പോൾ മമതാ ബാനർജിയെ വിളിച്ചു വരുത്തി ശാസിക്കുകയും ഇതൊരു വലിയ വിഷയമാക്കി മാധ്യമങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ ആവാതെ കൊണ്ടുവച്ചത്. അതുപോലെ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ അകൃത്യത്തെയും സമയാസമയങ്ങളിൽ ഗവർണറുടെ അധികാരം ഉപയോഗിച്ച്, ഗവർണറുടെ അധികാരം വളരെ പരിമിതമാണ്, ഉള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹം
ചോദ്യം ചെയ്യുകയും കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് അയക്കുകയും ഇത് അതാത് സമയത്ത് മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ഇവരെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കിച്ചു. സത്യത്തിൽ ഇതുപോലെയുള്ള ഇഷ്യൂസ് ബി ജെ പിക്കാരെ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഫലവത്താവുമായിരുന്നില്ല. ഇപ്പോൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരെടുത്ത ഗൂണ്ടായുസത്തെക്കുറിച്ച് സുവേന്ദു അധികാരി പത്രസമ്മേളനം നടത്തിയാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറഞ്ഞു വരുന്നതാണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ആനന്ദ ബോസ് ഇടപെട്ടിപ്പോൾ ആ ബോസിന് പൊതുവേ മാധ്യമങ്ങളുടെ ഇടയിലും ഈ ബംഗാളി ഭാദ്രലോക് എന്ന് പറയുന്ന അരിസ്റ്റോക്രസിയുടെ ഇടയിലും ഈവൻ സാധാരണക്കാരുടെ ഇടയിലും പോലും വലിയ സ്വീകാര്യതയുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് കഴിഞ്ഞാൽ പിന്നെ ആനന്ദ ബോസാണെന്നാണ് ആൾക്കാർ തമാശ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അതിന് മാധ്യമങ്ങളിൽ കിട്ടിയ വലിയ സ്വീകാര്യത, വലിയ സാധ്യത തൃണമൂൽ കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ ചകിതരാക്കി. പിന്നെ ആനന്ദ ബോസിനെതിരായിട്ട് അവർ പെണ്ണ് കേസ് വരെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല, അതും വിപരീത ഫലം തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഈ സന്ദേശ് കാലിയുടെ പുറമെയാണ് ആർ ജി കർ മെഡിക്കൽ കോളേജിലുണ്ടായ ഭയാനകമായ ബലാത്സംഗ കേസ്. ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറെ, ഒരു ലേഡി ഡോക്ടർ, ഒരു ചെറുപ്പക്കാരി, അവിടെ തന്നെ ഒരു ജീവനക്കാരൻ എന്ന് പറയുന്ന ഒരുത്തൻ പൈശാചികമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അപ്പോൾ ഇത് വലിയ വിവാദ വിഷയമായി ആളുകൾ, ഡോക്ടർമാർ സമരം ചെയ്യുന്നു, നാട്ടുകാർ സമരം ചെയ്യുന്നു, സ്ത്രീകൾ സമരം ചെയ്യുന്നു. ഏതാണ്ട് നമ്മുടെ ഡൽഹിയിലെ നിർഭയ കേസ് പോലെയായിരുന്നു. ഈ നിർഭയ കേസാണല്ലോ ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിൻ്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചത്. എന്ന പോലെ ആർ ജി കർ ബലാത്സംഗ കേസ് മമതാ ബാനർജിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിട്ട് മാറി. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന കൽക്കട്ടയിൽ, ബംഗാളിൽ ഒരു വനിതാ ഡോക്ടർക്ക് രക്ഷയില്ല. മാത്രമല്ല ആ സമയത്ത് ഈ മമതാ ദീദിയുടെ നാക്കത്ത് ഗുളികനായിരുന്നു. അവർ പറഞ്ഞ് ഈ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതിന് പ്രാഥമികമായ ഉത്തരവാദിത്വം ഈ മരിച്ച ഡോക്ടർക്കാണ്. വേറെ ദൂരയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാണ്. പക്ഷേ ആ വീണ ജോർജ് സിസ്റ്റത്തെ കുറ്റപ്പെടുത്തിയ പോലെ പോയി. അതുകൂടി നാട്ടുകാരെ മുഴുവൻ മമതാ ബാനർജിക്കെതിരെ. ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ അമ്മയെ ബി ജെ പിക്കാരെ ഏറ്റെടുക്കുകയും അവരൊരു സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു. ആർ ജി കർ മെഡിക്കൽ കോളേജിലെ കൊലപാതക കേസ് പോലീസ് കാര്യമായിട്ട് അന്വേഷിച്ചു. പക്ഷേ ആകെ ഒരു പ്രതിയെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൈശാചിക കൃത്യമല്ല എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. നാട്ടുകാരുടെ വിശ്വാസം അല്ല പോലീസിൻ്റെ വിശ്വാസം. പോലീസ് ഒരു പ്രതിയെ കണ്ടെത്തി. അയാൾക്ക് തന്നെ വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ആ വിചാരണ കോടതി ജഡ്ജി എന്തോ കാരണവശാൽ ആ ദയ കാണിക്കുകയും ഇയാളെ ജീവപര്യന്തത്തിൽ ഒതുക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനങ്ങളുടെ രോഷം വർദ്ധിച്ചു. ജനങ്ങൾ ഭയങ്കര എതിരായി. ഈ സ്ത്രീ സുരക്ഷ എന്ന വിഷയം അതിഭയങ്കരമായിട്ട് ആളിക്കത്തിച്ചു. ഈ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ അമ്മയെ ഒരു സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു. അവർ മത്സരിക്കാൻ വന്നപ്പോൾ നാട്ടിലെ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇവരെ കൂവി ഓടിച്ചു. അതാണ് ഭയങ്കരം. അപ്പോഴത്തേക്ക് ആനന്ദ ബോസൊക്കെ പോയി കഴിഞ്ഞു. ആനന്ദ ബോസൊക്കെ പോയതിന് ശേഷവും സംഭവത്തിന് മാറ്റം വന്നില്ല. ഇവരെ കൂവി ഓടിച്ചു. ഈ തള്ള മകളുടെ മരണം വിറ്റ് കാശാക്കി വോട്ടാക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഓടിച്ചു. അതും ആത്യന്തികമായിട്ട് തൃണമൂൽ കോൺഗ്രസിന് ദോഷം ചെയ്തു. ആ മണ്ഡലത്തിൽ മാത്രമല്ല, മിക്കവാറും മണ്ഡലങ്ങളിലും ഈ വനിതാ വോട്ടർമാർ ചൂലും എടുത്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചത്. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇനി സന്ദേശ് കാലിയിൽ എന്ത് സംഭവിച്ചു? സന്ദേശ് കാലിയിൽ ഇതുപോലെ പോലീസ് ഇടപെട്ടു. ഈ ഗുണ്ടത്തലവൻ ജയിലിലായി. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിച്ച് കഴിയുകയാണ്. അയാളുടെ സിൽബന്ധികളും ജയിലിലായി. കേസന്വേഷണം CBIക്ക് വിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൽക്കട്ട ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ അവിടെയും ഇതുപോലെ ഈ മാനഭംഗത്തിന് ഇരയായ ഒരു സ്ത്രീയെ BJP സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. അങ്ങനെ സ്ത്രീ സുരക്ഷ ഒരു വലിയ വിഷയമാക്കിയെടുത്ത് ബംഗാൾ മൊത്തത്തിൽ സൂചിമുനയിൽ നിർത്താനായിട്ട് BJPക്കാർക്ക് സാധിച്ചു. അതിന് വഴിമരുന്നിട്ടത് ആനന്ദ ബോസാണ്. ഈ സന്ദർഭത്തിൽ ആരും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അനുസ്മരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ ആരിഫ് ഖാൻ വഹിച്ച പോലത്തെ ഒരു പങ്കാണ്. ആരിഫ് ഖാൻ പിന്നെ ദൈനംദിന അടിസ്ഥാനത്തിൽ പിണറായിയുമായിട്ട് ഏറ്റുമുട്ടലായിരുന്നു. ആനന്ദ ബോസ് അങ്ങനെയല്ല. പുള്ളി ലോക് ഭവനിൽ ഇരുന്നുകൊണ്ട് മമതാ ബാനർജിക്ക് കഴിയാവുന്ന രീതിയിലുള്ള തിരിവെക്കുകയാണ് ചെയ്തത്. ഏതായാലും ആനന്ദ ബോസ് കേരളത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണെങ്കിലും കാൽക്കട്ടയിൽ കാവിക്കൊടി പാറിയിരിക്കുകയാണ്. ഇനി BJPക്ക് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റും? ഗുണ്ടകളെ എങ്ങനെ നിയന്ത്രിക്കും? പഴയ തൃണമൂൽ ഗുണ്ടകൾ ഇനി BJP ഗുണ്ടകളായിട്ട് മാറി പഴയ ഗുണ്ടായുസം പഴയ പോലെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ നന്നായിട്ട് നടപ്പാക്കുമോ എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മമതാ ബാനർജിയുടെ മരണമണി മുഴങ്ങി അവിടെ BJPയുടെ ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ഇനി നാളെ എന്താവും എന്ന് പറയാൻ ഞാനാണല്ല.